നമ്മളെ അവസ്ഥ വളരെ മോശമായിരുന്നു അന്നേരം. അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയത് യൂട്യൂബിൽ ഇങ്ങനെ വന്നതിന് ശേഷമാണ്. അസുഖം വന്നേരം ചികിത്സിക്കാൻ പറ്റിയത് എൻ്റെ പങ്കമ്മ ഇവർക്കെല്ലാം എല്ലാവർക്കും ആർക്കായാലും നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും ഒരു സന്തോഷത്തിൽ നമ്മളെ കൂടെ നടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലെല്ലാം നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം. അപ്പോൾ അത് ഭയങ്കര സംഭവമാണ്. യൂട്യൂബ് വന്നതുകൊണ്ട് മാത്രം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ ബസ്സിൽ ഇപ്പോൾ ഓടുന്നുണ്ടാവും, മത്സരിച്ച് ഓടുന്നുണ്ടാവും. സോഷ്യൽ മീഡിയേൻ്റെ കാലല്ലേ, എല്ലായിടത്തും സ്പേസസ് ഉണ്ട്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നതിലാണ് മെയിൻ സംഭവം. പിന്നെ ഏതിലും എളുപ്പ വഴിയാൽ ഇല്ല സത്യത്തിൽ. എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. ഒരു മൂമെൻറ്റ് പ്രത്യേകമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഉണ്ടാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നാച്ചുറലി നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും എന്തെങ്കിലും നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് നമ്മളൊരു വൈറലാവോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മളെന്തെങ്കിലും ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് ഇതില്ല. സാധാരണ നമ്മൾ നല്ലതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരു ചാറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാം നമുക്ക് പുറത്ത് ഇതൊന്നും പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും അതിൻ്റെ അപ്പുറത്ത് നമ്മൾക്ക് എന്തെല്ലോ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ സന്തോഷം നൽകുന്നതായാൽ പോലും ഒരു എൻ്റർടൈൻമെൻ്റ് ആയാലും ശരി, ഒരു കോമഡി പറയുന്ന ആൾക്കാർക്ക് ചിരിക്കാൻ പറ്റുമെങ്കിലും അങ്ങനെയെല്ലാം നല്ല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് ആളെ സന്തോഷിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നല്ല ഇന്നും ഇഷ്ടംപോലെ ചാൻസുകളുണ്ട്. യൂട്യൂബിൻ്റെ അകത്ത് നല്ല സപ്പോർട്ടാണ്. എന്നെപ്പോലത്തെ ഒരാളെല്ലാം യൂട്യൂബ് CEO ഇങ്ങനെ ഒരുപാട് സമയം തന്ന് 3 മിനിറ്റ് എനിക്ക് അന്നേരം അനുഭവിച്ചു. പക്ഷേ എനിക്ക് എന്നോട് കുറേ സമയം എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിച്ചു. ഞങ്ങളെ യാത്രക്കൊക്കെ ക്ഷണിച്ചു ദൂരത്തേക്ക്, അമേരിക്ക അങ്ങോട്ട്. 2 ആഴ്ച മുന്നേ ഇന്ത്യൻ്റെ യൂട്യൂബിൻ്റെ മനസ്സിൽ അവർ ഞങ്ങളെ കാണാൻ വേണ്ടി വിളിച്ചു. ഞാൻ പോയിട്ടുണ്ടായി. അവരങ്ങനെ വിളിച്ചു ഉള്ളിൽ കൊണ്ടുപോയി. അപ്പോൾ ഭയങ്കര അത്രയും ആൾക്കാർ വന്ന്. പിന്നെ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇംഗ്ലീഷ് എനിക്ക് അങ്ങനെ അറിയില്ല. ഇതിൻ്റെ അപ്പുറത്ത് ആൾക്കാരുണ്ടെന്നും ഇതിനൊരു കമ്പനി, ഇതിൻ്റെ ഗൂഗിളിൻ്റെ ഓഫീസിൽ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് പോയി. അവിടെയെല്ലാം പോയാൽ ഞാൻ എൻ്റെ കിളി ഏത് ഭാഗത്തോട്ടേ പറഞ്ഞറിയില്ല. ഇതൊരു ഓഫീസാണെന്നോ അതെന്താണെന്ന് എനിക്ക് മായാലോകം. ഞാൻ ഇതുപോലത്തെ ഒരു മുണ്ട് കൊടുത്തിട്ട് പോയി. ആ മുണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. പുള്ളി എൻ്റെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കും. സത്യത്തിൽ എൻ്റെ കൂടെ എന്നെ അന്ന് അസിസ്റ്റ് കൊണ്ടുപോയ പുള്ളിയും വരെ സത്യത്തിൽ അവനും ഭയങ്കര സന്തോഷമായി. അവനെ കെട്ടിപ്പിടിച്ച് ഞാൻ കുറേ ആൾക്ക് സംസാരിക്കുന്ന കണ്ടിട്ട്. പക്ഷേ ഇത്രപാട് ഇരുന്നിട്ട് കുടുംബകാര്യങ്ങളും ചോദിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഇപ്പം വരെ പറഞ്ഞു ഒരു ബട്ടൺ ഉണ്ട്, അതും കൂടി നമുക്ക് വാങ്ങണം എന്നെല്ലാം പറഞ്ഞു. അതിൽ സന്തോഷം. നമ്മളെ കൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യുന്നു. പോട്ടെ, നമുക്ക് വന്നാൽ കേരളത്തിൽ തന്നെ കൊണ്ടുവരണം, വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യൂട്യൂബിന്റെ വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊരു എല്ലാവരും പറയുന്നുണ്ട്. യൂട്യൂബേഴ്സ് പഴയ വരുമാനമല്ല ഇപ്പം കുറയുന്നുണ്ട്. ഇല്ല അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. യൂട്യൂബ് ഞങ്ങളുമായിട്ട് നല്ല ബന്ധം. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ ഒന്നും വിചാരിക്കില്ല. യൂട്യൂബിൻ്റെ ഒരു തൊഴിലാളിയാണ് നമ്മൾ. യൂട്യൂബ് എന്തായാലും നമുക്ക് അതിനുള്ള വരുമാനം ശമ്പളം യൂട്യൂബ് തന്നെയാണ് ചെയ്യുക. എല്ലാ സ്ഥലത്തെല്ലാം നമ്മൾ പോകുമ്പോഴേ നമ്മളെ വേറെ എന്തെങ്കിലുമൊക്കെ പോകുന്നുണ്ടാവാം. നമ്മൾ വേറെ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലായാലും പെട്ടെന്ന് നമ്മൾ വേറൊരു മൂഡിലുള്ള സമയത്ത് അവർ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുമല്ലോ. പെട്ടെന്നല്ലേ ഇത് അന്നേരം നമുക്ക് പ്രൈവസി നഷ്ടമാവില്ല. ഇത് എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് അങ്ങനെ അല്ലേ പെട്ടെന്ന് നമ്മൾ അടന്നാപ്പാ ചെയ്യാന്നുള്ള ഒരു ഇത് വരും. അങ്ങനെ വരുത്തുണ്ട്. ഇങ്ങനെ ഇപ്പോൾ റോഡിലായാലും പോകുമ്പോഴെല്ലാം നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ നമ്മൾ പോകുമ്പോൾ വേഗം കയ്യാണ്ട് കണ്ട് ഈ കോണ്ടന്റിനെ കുറിച്ച് ഇപ്പൊ ഒരു ധാരണയില്ല. വിളിച്ചിട്ട് സംസാരിക്കുമ്പോഴായാലും ആളുകൾക്ക് കാണാൻ ഇഷ്ടമുള്ള കോണ്ടന്റ് വിളിച്ചിട്ട് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ താജ്മഹൽ പോയ സമയത്തെ വീഡിയോക്ക് ഒരു ഇത്ര വ്യൂ ഉണ്ട്. പക്ഷെ തൊട്ട് ദിവസം നിങ്ങളുടെ അടുക്കളയിൽ ഇരുന്ന് ചുമ്മാ ഒരു ചായ കുടിക്കുന്ന വീഡിയോ ഇട്ട് അതിനൊരു 1 മില്യൺ വ്യൂസാ വരിക. സോ ആളുകൾക്ക് എപ്പോഴും നിങ്ങളുടെ വീട്ടുവിശേഷങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങൾ, അടുക്കളയിൽ എന്താക്കണു, അത്തരം വിശേഷങ്ങളെ കാണാൻ ആഗ്രഹം എന്ന് തോന്നുന്നു. ശരിയാണോ? നാച്ചുറലായിട്ടുള്ള നമ്മളൊരു വീട്ടിലെ സാധാരണയില്ലേ അതാണ് കാണാൻ ഇഷ്ടമല്ല. അത് ഞാനും വിചാരിക്കുന്നുണ്ട്. പല സ്ഥലത്ത് പോയാലും നമുക്ക് അങ്ങനെ വ്യൂ ഒന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഇത് ചെയ്യുമ്പോൾ ഉണ്ടായില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമുക്കങ്ങനെ പുറത്തൊന്നും പോകാൻ കഴിയുന്നില്ല. നമ്മൾ കുട്ടികളോട് പരിമിതപ്പെടുത്തി. അല്ല, ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ ക്യാരക്ടേഴ്സുണ്ട്. യശോദി കുമാരനെന്ന് പറ്റി. എന്നിട്ട് ഞങ്ങൾ വീഡിയോയിൽ ഷോർട്ട് ഫിലിമായിട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഇഷ്ടം, ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതൊന്നും നമുക്കിപ്പോൾ ചെയ്യാൻ കുറേ ആയിട്ട് പറ്റുന്നില്ല. ഒന്നും അത് കുട്ടീൻ്റെ ഒരു ഇത് ഇപ്പം തന്നെ ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത് അപ്പോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതെല്ലാം നമ്മൾ തിരിച്ച് റിപ്പീറ്റ് കൊണ്ടുവരും. നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ അങ്ങനത്തെ കുറേ പുതിയ പരിപാടികൾ നമ്മളിങ്ങനെ പ്ലാനിങ്ങിലുണ്ട്. ഒന്നാമത് കഴിഞ്ഞ വർഷം പ്രസവമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളും വീഡിയോകളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ഇപ്പം നമ്മൾ ചെറിയ നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യല്. നമ്മളെ ലൈഫിലുമായി ബന്ധപ്പെട്ട വ്ളോഗുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അതങ്ങനെ നടന്നു പോന്ന്. ഇപ്പൊ വാവേനെ ആഡ് ചെയ്ത് വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര രസമാണ്. അത് ആളെങ്ങനെ നിൽക്കുന്നുണ്ടോ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? അത് വെച്ചിട്ട് ഷോർട്സുകൾ ചെയ്യുന്നത് നമ്മൾ ആദ്യമേ ഷോട്ടുകളെല്ലാം കുട്ടീനെ നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാനെങ്കിൽ ആ ചെയ്തു തരുകയും ചെയ്യില്ല. കുട്ടിക്കൊന്നും അറിയില്ലോ. കുട്ടി ആ മൂമെന്റ്സിൽ കുട്ടി ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് വെച്ചെടുക്കണം. ഒരു മിനിറ്റിൽ ഒരു
20 സെക്കൻഡ് എടുക്കണമെങ്കിൽ തന്നെ എനിക്ക് 1-2 ദിവസമെല്ലാം വേണ്ടി വരും. ആ. അത് കുപ്പായം മാറിപ്പോയാൽ ആ വീഡിയോക്ക് ഇടാൻ പറ്റില്ല, വേറൊരു വീഡിയോക്ക് ഇടാൻ പറ്റും. ആ, അപ്പോൾ കുട്ടി അറിയാണ്ടാണ് കുട്ടീൻ്റെ ഷോട്ടുകളെല്ലാം വീഡിയോയിൽ പെടുന്നത്. അതെടുക്കണം. പക്ഷെ നാച്ചുറലി അതെല്ലാം അതിൻ്റെ ലെവലിൽ എനിക്ക് ഉദ്ദേശിച്ചത് കിട്ടുന്നതുകൊണ്ട് ആ. ഓരോ വീഡിയോകളായിട്ട് ഇടുന്ന ആൾക്കാർക്ക് ഇഷ്ടം പറയുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അവരെ നമ്മളെ ആള് നമ്മുടെ രാജകുമാരൻ. മെയിൻ ആൾ. ആൾക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ് അതിന് തോന്നുന്നു. ചെറുപ്പത്തില് അനു വൃത്തിക്കുമായിരുന്നു നമ്മളെ ഷോർട്സ് എല്ലാം. ടോം ആൻഡ് ജെറി കോംബോ. അപ്പോൾ കുറച്ച് വലുതായി, പക്ഷെ അവൾ ഇപ്പം ശരിക്ക് ടോം ആൻഡ് ജെറി ആയത്. അതെന്താ ഇവിടെ വീട്ടില് നിങ്ങൾ കാണുന്നില്ല, വീട്ടില് ശരിക്കും ടോം ആൻഡ് ജെറി. അതെല്ലായിടത്തും അങ്ങനെ ആയിരിക്കും. ശരിക്കും നിങ്ങൾക്ക് ഭയങ്കര ഫാൻസ് ഇല്ലേ? സ്കൂളിൽ പോകുന്ന സമയത്ത്, കോളേജിൽ പോകുന്ന സമയത്ത് എങ്ങനെയാ ഫാൻസിൽ നിന്നുള്ള എവിടെയാന്നോ അറിയില്ല. അതായത് മൊത്തത്തിൽ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി ഉണ്ട്, ഫാൻസ് മെസ്സേജസ് കാര്യമൊക്കെ വരാറുണ്ടോ? ഇൻസ്റ്റഗ്രാമോളൊന്നും ചെയ്യുന്നില്ലടാ. നമ്മള് 1-2 കുറച്ച് വീഡിയോ അല്ലേ, 5-6 വീഡിയോ നമ്മളൊന്ന് വെറുതെ കൊളാബ് ചെയ്താ അന്നേരം ഓളെ നടത്ത അങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ചെയ്യാറില്ല. കഴിക്കില്ല. ഈ ഫാൻസ് എങ്ങനെയാ സ്കൂളിൽ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ യൂണിഫോം ഇട്ട് പോകുന്നോണ്ട് എല്ലാരും ഒരേ യൂണിഫോം അല്ലേ, അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മളെ കാണുമ്പോ തിരിയില്ല. പക്ഷെ കുഞ്ഞു പിള്ളേരെ നമ്മളെ സ്കൂളിലാ പഠിക്കുന്ന നമ്മളെ ക്ലാസ്സിലെല്ലാം വരും. ഭയങ്കര സന്തോഷാണ്. സ്കൂളിൽ ടീച്ചേഴ്സ് ഒക്കെ കാണാറുണ്ടോ? എന്ത് പറയും? ഇല്ല, എല്ലാവർക്കും ഇഷ്ടാണ്. അവിടുത്തെ സ്റ്റാർ ആയിരിക്കും. നല്ല രസമാണ്. അവിടെ സ്കൂളിൽ പോകുമ്പോൾ നമ്മള് സ്കൂളിൽ പോകുമ്പോൾ തന്നെ കളിക്കെല്ലാം പോയാലാണ് അധികം. നമ്മളെ മേലെ അങ്ങനെ ഇതാവില്ല. കവിയെല്ലാം പോയി കഴിഞ്ഞാൽ ഫുൾ കുട്ടികളുണ്ടാവല്ലോ ഇനി മേലെ. നല്ല രസമാണ്. കൊണ്ട് ഇവനെ കൊണ്ടാക്കാൻ പോകുമ്പോൾ ഇവന് ഒന്നും തോന്നുന്നില്ല, പക്ഷെ അവരെല്ലാരും ഇങ്ങനെ ആക്കുമ്പോൾ നല്ല രസമാണ്. ഇതിപ്പോ നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ പല യൂട്യൂബേഴ്സും ഈ ചിലപ്പോൾ ബേബി ഉണ്ടായ പോലെ ഫേസ് പോലും അധികം പെട്ടെന്ന് കാണിക്കില്ല, പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾ കാണിച്ചു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണട്ടെ, നമ്മുടെ ഫാമിലി ഇത് കാണട്ടെ എന്നാ പറയണേ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇത്ര വർഷമായിട്ട് പ്രൈവസി നഷ്ടമാവുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ എല്ലാം ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ചില സ്ഥലത്തെല്ലാം നമ്മൾ പോകുമ്പോല്ലേ നമ്മളെ വേറെ എന്തെങ്കിലും പോകുന്നുണ്ടാവും. നമ്മൾ വേറെ ഇപ്പം നമ്മള് ഹോസ്പിറ്റലായാലും പെട്ടെന്ന് നമ്മൾ വേറൊരു മൂഡിലുള്ള സമയത്ത് അവര് നമ്മൾ ആദ്യമായിട്ട് കാണിച്ചേക്കല്ലോ, പെട്ടെന്നല്ലേ ഇത്. അന്നേരം നമുക്ക് പ്രൈവസി നഷ്ടമല്ല. ഇത് എന്താ പറയാ, പെട്ടെന്ന് നമുക്ക് അങ്ങനെ അല്ലേ, പെട്ടെന്ന് നമ്മള് അടന്നാപ്പാ ചെയ്യാന്നുള്ള ഒരു ഇത് വരും. അങ്ങനെ വരുത്തുണ്ട്. പ്രൈവസി എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രൈവസിന് സാധാരണ ആൾക്കാർ ഇഷ്ടപ്പെടും, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെ ഇപ്പോൾ റോഡിലായാലും പോകുമ്പോഴെല്ലാം നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ നമ്മൾ പോകുമ്പോൾ വേഗം കഴിയാണ്ട് കണ്ട് പാലിന് പോയാലും നമ്മളിവിടെ പാലിനെല്ലാം ഇപ്പം പോക്ക് കുറവാ, ഇങ്ങനെ വണ്ടി പോകുമ്പോഴെല്ലാം നിർത്തും. അങ്ങനത്തെ കാര്യങ്ങളല്ലേ പ്രൈവസി പറയുന്നത്. അങ്ങനെയെല്ലാം പോകുമ്പോൾ ഉണ്ടാവും. അത് ഇഷ്ടപ്പെടും, അത് നല്ല രസമല്ലേ, നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ വേറെ എന്തെങ്കിലും മുത്തപ്പറശ്ശിന് കടവ് മുത്തപ്പനെടുക്കാൻ നമ്മളിപ്പം പോലെ അതുപോലത്തെ, അതായത് ഇപ്പോൾ ഒരു അന്നേരം നമുക്ക് ആരാ വിളിക്കുന്നതെന്ന് തിരിയില്ല. ഞാനിപ്പോൾ ഏതോ ഒരു കല്യാണത്തിന് ചെന്ന ദിവസം പോയി, അപ്പോൾ എല്ലാവരും കൂടി ചുറ്റും ഞാനും എന്നും കൂടിയല്ല പറയാം, ചുറ്റൊന്നും വിളിച്ചാൽ നമ്മളാ നമുക്ക് ആരാന്ന് അന്നേരം നമുക്ക് തിരിയില്ല, നമ്മൾ ഒരാളിൽ കേൾക്കുന്നത്. അപ്പോൾ ഇത് ഫോട്ടോ എടുത്ത് അന്നേരം ആരെങ്കിലും മിസ് ചെയ്ത് പോയാൽ അവർ കമൻറ്റ് ബോക്സിൽ നമ്മൾ കണ്ടിനു ഇന്നലെ പറയുമ്പോൾ വശങ്ങളിൽ ഉണ്ടാവും തിരക്കായി പോയി ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഷോ അത് മറ്റേവരെക്കാട്ടി നമുക്ക് പ്രധാനപ്പെട്ട ആൾക്കാരെ നമുക്ക് മിസ്സാകുന്നത്. അന്നേരം ഭയങ്കര ഒരു വിഷമം തോന്നും. അത് നമ്മൾ മനഃപൂർവ്വമല്ല, അത് തിരക്കുന്ന അങ്ങനെ ചെറുങ്ങനെ. എന്നാലും ഭയങ്കര മാക്സിമം നമ്മളെല്ലായിടത്തും അത് നല്ലൊരു ഭാഗ്യമല്ലേ, അല്ല നമ്മൾ ആസ്വദിക്കണം. ശരിക്കും ആസ്വദിക്കണമെന്നല്ല, അവർ നമ്മൾ ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് ഏത് വീഡിയോ അവർ കണ്ടതെന്ന് നമുക്കറിയാം. കണ്ടിട്ട് നമ്മുടെ അങ്ങനെ കാണാൻ മിണ്ടാൻ വരുമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര ഇതാണ്. പക്ഷെ എൻ്റെ കവിക്കൊന്നും പക്ഷെങ്കിൽ ആദ്യമേ ആൾക്കാരുമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒന്നാമത് നമുക്ക് ഭാഷ അറിയാത്ത വലിയ പ്രശ്നമുണ്ട്. ആൾക്കാർ പെട്ടെന്ന് പറ്റല്ലോ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തിരിയില്ലോ എന്നാ പറയുന്നത്, ഇങ്ങനെ പോകും. അന്നേരം മിണ്ടാൻ കഴിയില്ല, അങ്ങോട്ട് പറയുന്നത് അങ്ങനെയെല്ലാം വരുത്തുന്നുണ്ട്. ഇവർക്ക് എങ്ങനെയാണെന്നില്ല ഇവർ പറയാം. ഞാനൊരു ടോട്ടാലിറ്റി പറഞ്ഞാണ്, എന്തായാലും പ്രൈവസി പോകുന്നാലും ഭയങ്കര സന്തോഷമാണ്. പ്രൈവസി കൊണ്ട് പോട്ട്, പക്ഷേ ആള് വന്ന് നമ്മളോട് മിണ്ടുക, അത് ഭയങ്കര സംഭവമല്ലേ, അത് ഭയങ്കര സന്തോഷമാണ്. നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും മിസ്സായി പോകുമ്പോൾ അത് വിഷമമാണ്. ആരെങ്കിലും പിടിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഒട്ടന്ന് കുറേ ആളെ കൂട്ടത്തിലാകുമ്പോൾ അന്നേരം അവൻ മിസ്സായി പോകുമ്പോൾ അതൊരു വിഷമമാണ്. പിന്നെ കേൾക്കുമ്പോൾ അത് അന്നൊരു വിഷമമുള്ള അതിനകത്ത്. അങ്ങനെയാണ് ചോദിക്കട്ടെ, ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത്ര വർഷമായിട്ട് സ്വയം തോന്നില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ടാണ് എനിക്കിത് സാധിച്ചത്, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സന്തോഷം എനിക്ക് കിട്ടില്ലായിരുന്നു, അങ്ങനെ തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ? ഏറ്റവും വലിയ
ഒരുപാട് 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 ഒന്നായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം നമ്മളെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഈ സ്നേഹം കൊണ്ട് ഇങ്ങനെ വന്ന് മിണ്ടുന്നെല്ലാം തന്നെയാണ് ഏറ്റവും വലിയ ഇത്. രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മളെ അവസ്ഥ വളരെ മോശമായിരുന്നു അന്നേരം. അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയത് യൂട്യൂബിൽ ഇങ്ങനെ വന്നതിന് ശേഷമാണ്. അസുഖം വന്നേരം ചികിത്സിക്കാൻ പറ്റിയത് എൻ്റെ പങ്കമ്മ ഇവർക്കെല്ലാം എല്ലാവർക്കും ആർക്കായാലും നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും ഒരു സന്തോഷത്തിൽ നമ്മളെ കൂടെ നൽകാൻ പറ്റിയിട്ടുണ്ടെങ്കിലെല്ലാം നമ്മൾ യൂട്യൂബിൽ വന്നതിന് ശേഷം. അപ്പോൾ അത് ഭയങ്കര സംഭവമാണ്. യൂട്യൂബ് വന്നതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ബസ്സിൽ ഇപ്പോൾ ഓടുന്നുണ്ടാവും, മത്സരിച്ച് ഓടുന്നുണ്ടാവും, ഇപ്പോൾ പോകുന്നുണ്ട് ബസ്സിൽ. അങ്ങനെയല്ല, എന്നാലും അതങ്ങനെ അങ്ങ് നമ്മൾ അതേ അവസ്ഥയിൽ അങ്ങനെ തന്നെ ആയിപ്പോലെ. അതെങ്ങനെ നമുക്ക് പറയാൻ അറിയില്ല. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു യൂട്യൂബ് ചാനൽ കൊണ്ടുവന്ന് ഒരു മാറ്റം ഫീൽ ചെയ്തത്? മാറ്റം നമ്മളിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ നേരത്തെ പുറത്തിറങ്ങുമ്പോൾ കുറേ ആൾ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വേഗം വന്ന് അവർ വെച്ചാൽ പുറത്തുള്ളവരായിട്ടല്ല നമ്മളെ കാണുന്നത്. നിങ്ങൾ നേരത്തെ വന്നപാട് നമ്മളോട് പറഞ്ഞില്ലേ, ദിവസം കണ്ട് പരിചയമുള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരാളെ പോലെ അതേപോലെ എല്ലാവരും വന്നിട്ട് ഇതുപോലെ വിളിച്ച് മിണ്ടി നിർത്തി അവരെന്നെ നമ്മളിങ്ങനെ വിളിച്ച് മിണ്ടി ഫോട്ടോ എടുത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ ഇങ്ങനെ ഒരാൾ പുറത്തുനിന്ന് ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ബന്ധമല്ലേ നമുക്കുള്ളൂ. അപ്പൊ പുറത്ത് പോയാൽ ഇങ്ങനെയല്ല നമ്മളൊരു സ്നേഹവും സന്തോഷം കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റിയ സന്തോഷമാണ്. ഇതിപ്പോ നിങ്ങളൊക്കെ ഇൻസ്പയർ ആയിട്ട് ഇനിയും യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർ ഇനിയും അതിനൊരു ചാൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ സക്സസ് ആവാൻ ഒരു സ്പേസ് അവർക്കുണ്ടോ? ഇവിടെ സോഷ്യൽ മീഡിയൻ്റെ കാലല്ലേ, എല്ലായിടത്തും സ്പേസസ് ഉണ്ട്. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നതിലാണ് മെയിൻ സംഭവം. പിന്നെ ഏതിലും എളുപ്പവഴിയാൽ ഇല്ല സത്യത്തിൽ. എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. ഒരു മൂമെൻറ്റ് പ്രത്യേകമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ഉണ്ടാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നാച്ചുറലി നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പ്രെഡ് ചെയ്ത് പെട്ടെന്ന് നമ്മളൊരു വൈറലാവോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മളെന്തെങ്കിലും ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് യോജിപ്പില്ല. സാധാരണ നമ്മൾ നല്ലതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചാറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാം നമുക്ക് പുറത്ത് ഇതിനൊന്നും പറ്റുന്നില്ല. എല്ലാ കാര്യങ്ങളും അതിൻ്റെ അപ്പുറത്ത് നമ്മൾക്ക് എന്തെല്ലോ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ സന്തോഷം നൽകുന്നതായാൽ പോലും ഒരു എൻ്റർടൈൻമെൻ്റ് ആയാലും ശരി, ഒരു കോമഡി പറയുന്ന അത് ആൾക്കാർക്ക് ചിരിക്കാൻ പറ്റുമെങ്കിലും അങ്ങനെയെല്ലാം നല്ല അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ആളെ സന്തോഷിപ്പിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നല്ല ഇന്നും ഇഷ്ടംപോലെ ചാൻസുകളുണ്ട്. സോഷ്യൽ മീഡിയേൻ്റെ ഇഷ്ടംപോലെ ചാൻസുകളുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പണിയെടുക്കണം, മെനക്കെടണം, പിന്നെ പാഷൻ, നമ്മളൊരു ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുക. എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പരാജയപ്പെട്ടു പോകും. നമുക്ക് നമ്മളൊരു ആഗ്രഹത്തിന് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും. അല്ല നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കുക, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോയാൽ ഭയങ്കര ഫീൽ വരും. ഇഷ്ടത്തോട് കൂടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇഷ്ടമെല്ലാം വരും. ഓ കൊള്ളാം. ഇപ്പം ഇത്രയും റീച്ച് ആയതുകൊണ്ട് യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ. എപ്പോഴും ഇപ്പോൾ സിഒനെ കണ്ട് സംസാരിച്ചതും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതും നിങ്ങൾക്കൊരു എങ്ങനെ യൂട്യൂബിന്റെ ഭാഗത്തുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ശരിക്കും യൂട്യൂബിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ്. എന്നെപ്പോലത്തെ ഒരാളെല്ലാം യൂട്യൂബ് സിഒ ഇങ്ങനെ ഒരുപാട് സമയം തന്ന് 3 മിനിറ്റ് എനിക്ക് അന്നേരം അനുഭവിച്ചു. പക്ഷെ എനിക്ക് എന്നോട് കുറേ സമയം എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിച്ചു. ഞങ്ങളെ യാത്രക്കൊക്കെ ക്ഷണിച്ചു ദൂരത്തേക്ക്, അമേരിക്ക അങ്ങോട്ട് പോയില്ല കേട്ടോ, പോകും നമ്മളിപ്പോൾ. അപ്പോൾ അങ്ങനെ ക്ഷണിച്ചു. പിന്നെ ഇപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ ഇന്ത്യൻ്റെ യൂട്യൂബിൻ്റെ അവർ ഞങ്ങളെ കാണാൻ വേണ്ടി വിളിച്ചു. ഞാൻ പോയിട്ടുണ്ടായി. അവരങ്ങനെ വിളിച്ചു ഉള്ളിൽ കൊണ്ടുപോയി. അപ്പോൾ ഭയങ്കര അത്രയും ആൾക്കാർ വന്ന്. പിന്നെ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇംഗ്ലീഷ് എനിക്ക് അങ്ങനെ അറിയില്ല, പറയുന്നതിലും വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും അവരെ സ്നേഹവും കാര്യങ്ങളും എല്ലാം പറയും. ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ തർജ്ജമയായിട്ട് പറഞ്ഞു കൊടുക്കുക ആളുണ്ട്. അപ്പോൾ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു 2 ആഴ്ച. അത് നല്ല സപ്പോർട്ടാണ് അവരാണ് സത്യം പറഞ്ഞാൽ. അവർ നമുക്കൊരോ സംഭവം അങ്ങനെ പറഞ്ഞുതരും. യൂട്യൂബ് നമ്മൾ ഈ പണ്ടെല്ലാം നമ്മൾ യൂട്യൂബ് കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും ഫോണിൻ്റെ അകത്ത് യൂട്യൂബിൽ ഇങ്ങനത്തെ സിനിമ അങ്ങനത്തെ അല്ലേ. പിന്നെ നമ്മൾ യൂട്യൂബ് കണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധനത്തിന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ട്വിറ്ററിൽ അങ്ങനത്തെ സാധനം നമ്മൾ വിചാരിച്ചത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ടിക്ടോക്കിൽ വന്നു. യൂട്യൂബിൽ നമ്മളിത് ഇങ്ങനെ ഇട്ട ആരല്ലോ പറഞ്ഞ് ലൈക്ക് കിട്ടിയ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് യൂട്യൂബ് ലൈക്ക് കിട്ടിയ പൈസ കിട്ടുന്നിട്ട് എനിക്ക് 27 ലൈക്ക് ഞാൻ കവിത 27 രൂപ. അങ്ങനെയുള്ള സമയത്ത് ഇതിൻ്റെ അപ്പുറത്ത് ആൾക്കാരുണ്ടെന്നും ഇതിനൊരു കമ്പനി ഇതിൻ്റെ ഗൂഗിൾ ഓഫീസിൽ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് പോയി. അവിടെയെല്ലാം പോയാലും ഞാൻ എൻ്റെ കിളി ഏത് ഭാഗത്തോട്ടേ പറഞ്ഞറിയില്ല. ഇതൊരു ഓഫീസാണെന്നും അതെന്താണെന്ന് എനിക്ക് മായാലോകം. അങ്ങനെ ഒരു മൊത്തത്തിൽ ജിമ്മും കാര്യങ്ങളും ഫുഡും എല്ലാം ഉള്ളൊരു സ്ഥലം. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അവരെല്ലാവരും തന്നെ പോകാനും കൂട്ടാനും എന്നെ ക്ഷണിച്ചതിനുള്ളിൽ കൊണ്ടുപോയി
അപ്പോൾ എന്നെ പോലത്തെ ആളെ കൊണ്ടുപോകാൻ ഞാൻ അങ്ങനെയല്ലേ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സാധാരണ ബസ് ഡ്രൈവറെ എനിക്ക് അതുപോലെ ഈ വലിയ അമീർ ഖാൻ അങ്ങനെ അന്നേരം ഒപ്പരുണ്ടായി. പുള്ളീനൊക്കെ എന്തെല്ലോ സംസാരിക്കാൻ പക്ഷെ എനിക്ക് അറിയില്ല. പുള്ളീൻ്റെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട് നിങ്ങളെ സിനിമയിലെ ഞാൻ കണ്ട് എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ അവരെല്ലാം മുന്നിൽ ഇങ്ങനെ എത്തിയിട്ട് കുറേ ബ്ലാക്ക് കാറ്റ്സിൻ്റെ ഒക്കെ നിന്നിട്ട് നമ്മളിങ്ങനെ പുള്ളിയോട് സംസാരിക്കുന്നു. ഞാൻ ഇതൊരു മുണ്ട് കൊടുത്തിട്ടാണ് പോയി. ആ മുണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. പുള്ളി എൻ്റെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കും. സത്യത്തിൽ എൻ്റെ കൂടെ എന്നെ അന്ന് അസ്റ്റ് കൊണ്ടുപോയ പുള്ളിയും വരെ സത്യത്തിൽ അവനും ഭയങ്കര സന്തോഷമായി. അവനെ കെട്ടിപ്പിടിച്ച് ഞാൻ കുറേ ആൾക്ക് സംസാരിക്കുന്ന കണ്ടിട്ട്, പക്ഷേ ഇത്രപാട് ഇരുന്നിട്ട് കുടുംബകാര്യങ്ങളും ചോദിക്കുന്ന ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. അവനെ ഭയങ്കര സന്തോഷമായി. അവനെപ്പറ്റി ഞാൻ പറഞ്ഞു ഈ പുള്ളിയാണ് നമ്മളെ സഹായിക്കുന്നത്. അതുൽ നാം പുള്ളീൻ്റെ പേര്. ഇപ്പോൾ നമ്മളെ അവിടെ വിളിച്ചുകൊണ്ട് പോയാലും പുള്ളിക്കാരനാണ്. അപ്പോൾ ഇനിയൊരു എൻ്റെ അടുത്ത് ഇപ്പം പോയാലും പറഞ്ഞു ഇനി ഒരു ബട്ടൺ ഉണ്ട്, അതും കൂടി നമുക്ക് വാങ്ങണം എന്നെല്ലാം പറഞ്ഞു. അതിൽ സന്തോഷം. നമ്മളെ കൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യുന്നു. പോട്ടെ, നമുക്ക് വന്നാൽ കേരളത്തിൽ തന്നെ കൊണ്ടുവരണം, വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ തന്നെ ഞങ്ങൾ നല്ല കഴിവുള്ള ഒരുപാട് ആൾക്കാർ, ഞങ്ങളൊരു വലിയ കഴിവ് അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നല്ല കഴിവുള്ള ആൾക്കാർ കേരളത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ആരെങ്കിലും വരും, ഞാനല്ലെങ്കിൽ അവർ വരും, അവർ കൊണ്ടുവരണം അതാണ്. കാരണം നമ്മളെ ഇതൊക്കെ കുറച്ച് ദൂരോട്ടുള്ളവർക്കല്ലേ കൂടുതൽ ഇങ്ങനത്തെ എല്ലാം നമ്മളടുത്തേക്ക് നമ്മളെ നാട്ടിലേക്ക് വരുവാന്ന് പറയുമ്പോൾ അത് നമുക്കൊരു പേഴ്സണൽ ഒരു സന്തോഷം കൂടുതലാണ്. ഞങ്ങളല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരട്ടെ ഈ ആ റെഡ് ബട്ടൺ എന്ന് ഞാൻ ആശംസിക്കുമെന്ന്. കഴിവുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കയറി വരട്ടെ. ഇപ്പം കേരളത്തിന് ഒരുപാട് യൂട്യൂബ് ഫാമിലീസ് ഉണ്ടല്ലോ, ഇപ്പൊ ഫാമിലി ബ്ലോഗ്സ് ഒക്കെ ചെയ്യണേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങളായിട്ട് ഫാമിലിയായിട്ട് കണക്റ്റഡ് ആവുന്ന യൂട്യൂബ് ഫാമിലി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരുടെ പേരായിരിക്കും, ഏത് യൂട്യൂബ് ഫാമിലിയുടെ പേരായിരിക്കും പറയാ? ഞങ്ങൾ അങ്ങനെ ഒരാളെ പറയാൻ കേട്ടാ, എന്നാലും ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളിപ്പോ അങ്ങനെ പറയുമ്പോ ആരല്ല പറയാ, കുറേ ആൾ എല്ലാവരും നമ്മൾ കാണലുണ്ട്. പേര് പറഞ്ഞു. പണ്ട് നമ്മൾ ആരും കാണല്, ഇപ്പൊ പണ്ട് നമുക്ക് അറിയില്ല. ഇപ്പൊ ഞങ്ങള് എല്ലാവരും ഇപ്പൊ ഒരാൾ തന്നെ സജീഷ്, നമ്മളെ വ്ലോഗ് ഫോർ യു, സംഗീത് മനീഷിന്റെ മീത്ത് ബ്രോന്റെ ഇത് കാണും. പിന്നെ ആരില്ല കാർത്തിക്, എല്ലാരും മേലെ നോട്ട് എല്ലാരും നമ്മളിപ്പോ കണ്ണൂർ തന്നെയാ. ഈ ബുൾജെറ്റ് നമ്മളെ കുറേ പേരുണ്ട്. എനിക്ക് ഒരാളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമാണേ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാവരെയും നമുക്കറിയാം, നമ്മളെല്ലാവരുടെ വീഡിയോ കാണലുണ്ട്. ഒരാൾ പേരെടുത്ത് പറഞ്ഞാൽ വിട്ടു. എനിക്കിപ്പം കഴിഞ്ഞതിന് ശേഷം ഓർമ്മ വരിക ഇന്നാള്. പിന്നെ എൻ്റെ സുഹൃത്തുണ്ട് റൈഡർ റഷീദ്, അതുപോലെ തന്നെ നമ്മളെ അക്ഷയ് ചാനലുണ്ട് ഓൻ്റെത്, പിന്നെ നമ്മളെ ഐശ്വര്യ ഉണ്ട് ഇടാവുള്ളത്. നമ്മുടെ നാട്ടിലുള്ളതും പുറത്തുള്ളതായിട്ടുള്ള എല്ലാവരുടെയും ചാനലും നമ്മൾ കാണലുണ്ട്. ഇഷ്ടമാണ്, കണ്ടിരിക്കലുണ്ട്, നമ്മളിപ്പം കാണലുണ്ട്. കാണാറുണ്ട് ഇല്ല. ഇപ്പൊ യൂട്യൂബിന്റെ വരുമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊരു എല്ലാവരും പറയുന്നുണ്ട്. യൂട്യൂബേഴ്സ് പഴയ വരുമാനമല്ല, ഇപ്പം കുറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ ബാധിക്കാറുണ്ടോ, അല്ലെങ്കിൽ ടെൻഷൻ ആക്കാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ ടെൻഷൻ ഒന്നുമില്ല. യൂട്യൂബ് ഞങ്ങളുമായിട്ട് നല്ല ബന്ധം, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ ഒന്നും വിചാരിക്കില്ല. യൂട്യൂബിന്റെ ഒരു തൊഴിലാളിയാണ് നമ്മൾ. യൂട്യൂബ് എന്തായാലും നമുക്ക് അതിനുള്ള വരുമാനം ശമ്പളം യൂട്യൂബ് തന്നെയാണ് ചെയ്യുക, എന്നാണ് അങ്ങനെ വിചാരിക്കുന്നത്. യൂട്യൂബിൻ്റെ അകത്ത് അങ്ങനെ പറയുന്നില്ല. എൻ്റെ ഒരു ഡൗട്ടാണ്, ഈ ഒരു 1 മില്യൺ റീലിന് വ്യൂ വരുന്ന ഒരു റീലിന് എത്ര പേയ്മെന്റ് കിട്ടും ശരിക്കും? അത് എന്നെപ്പറ്റി കൂടുതൽ ഇതിനെപ്പറ്റി അറിയുന്നവർ പറയുന്നത് നല്ലത്. എനിക്ക് അതിനെപ്പറ്റി കറക്റ്റായിട്ട് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ ഒരു ചാനലിലൊരു വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും, പക്ഷെ മറ്റേ ചാനൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. പിന്നെ ഈ വീഡിയോ ഒന്നും മറ്റേതുപോലെയല്ല. അതായത് എൻ്റെ ചാനലിൽ എനിക്കൊരു 1 മില്യൺ കിട്ടുന്നതിൻ്റെ വ്യൂ എല്ലാം മറ്റേ കിട്ടുക. ഈ വീഡിയോ കാണുന്നതിൻ്റെ ലെങ്ത്ത് ചിലപ്പോൾ കുറച്ചേ കാണുള്ളൂ. പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ അറിയാം, അങ്ങനത്തെ പറയാൻ എനിക്ക്, പക്ഷെ ഒന്നും ഇത്ര സമയമൊന്നും പോരാ. ഞാൻ എന്തായാലും എൻ്റെ ചാനലിൻ്റെ അകത്ത് ഈ യൂട്യൂബിൻ്റെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലാസ്സുകൾ ഇവരെ കിട്ടിയിരുന്നു. കുറച്ചല്ല, കുറേ ഒക്കെ എല്ലാം മനസ്സിലായിട്ടില്ല, എന്നാലും ഞാൻ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് അതിൻ്റെ സമയം വന്നില്ല. ഒരിക്കലും ഞാൻ എന്തായാലും അതെല്ലാം ആൾക്കാരെല്ലാം അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോട്ടെ. ഞാനത് ചെയ്യുന്നുണ്ട്, എന്തായാലും ഒരിക്കൽ ചെയ്യും ഞാനത്. ഞാൻ എൻ്റെ യൂട്യൂബിനടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനത്. നമുക്കതുപോലെ ഒരു എല്ലാവർക്കും അറിവിലേക്കായിട്ട് ഇങ്ങനത്തെ കാരണം കുറേ ആൾക്കാർ പറയലുണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ചാനലിന്. പക്ഷെ അതല്ലാണ്ട് വേറെയും കുറേ വഴികളുണ്ട്, ഇങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് അവരുടെ ക്ലാസ് മാത്രമല്ലാണ്ട് എൻ്റെ അനുഭവം കൂടി ഞാനിപ്പോൾ എനിക്കറിയാം. ഇത് ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ സത്യത്തിൽ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും എനിക്കും അറിയാം ആ വീഡിയോ ഇടുമ്പോൾ അത് എത്ര ആൾക്കാർ കാണും, എത്ര കറക്റ്റ് അല്ലെങ്കിലും ഏകദേശം അത് എത്ര ആൾ കാണും. ഞങ്ങൾ വിചാരിച്ച തെറ്റിയിട്ടും വീഡിയോ ആൾക്കാർ കാണും, എന്നാലും നമുക്ക് ഏകദേശം ഒരു ധാരണ നമുക്ക് ആദ്യമേ അറിയാം. അത് ഇത്ര ആൾ ഇപ്പോൾ ഷോർട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്ര അത് ഓടുന്ന എനിക്ക് വീഡിയോ ഇടുന്നതിലെടുക്കാൻ എനിക്ക് നമ്മൾ എക്സ്പീരിയൻസ് അങ്ങനെ ചെയ്ത് വന്നുകൊണ്ട് തിരിയലുണ്ട്. പിന്നെ ഏകദേശം ഒരു അത് നമ്മൾ അൽഗോരിതം എല്ലായിട്ടുള്ളൊരു ഇതാണ്. അത് ഭാവിയിൽ ഒരു വീഡിയോ ആക്കിയിട്ട് അത് പല യൂട്യൂബേഴ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും ഞാനത് മനസ്സിലുണ്ടത്.
ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കത് ചെയ്യാനൊരു കുറച്ച് ഇരുന്ന് നല്ല ഒരു ക്യാമറ എല്ലാം വെച്ച് ഞാൻ നമ്മളെ മൊബൈലിൽ എടുക്കുന്നത് എല്ലാം വെച്ചിട്ട് എന്നേക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് എപ്പിസോഡ് ഉണ്ടാവും അതെന്ന് തോന്നുന്നു എനിക്ക്. അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ 1 by 1 ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാം. എന്തായാലും ചെയ്യാം. ഓക്കെ. ഇപ്പൊ കേരളത്തിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിന് ഓഡിയൻസ് എവിടെ നിന്നുള്ളതാരാ കൂടുതലുള്ളത്? എവിടെ നിന്നുള്ള ആളുകളാണ്? ഓരോ രാജ്യമുണ്ട്. ദുബായ് അങ്ങനെ ഗൾഫിൽ നിന്നുണ്ടാവും. അത് അത് ഞാൻ കാണിക്കും. ജർമ്മനി മറ്റേ ഓരോ സ്ഥലത്ത് നമുക്ക് പേരറിയാത്ത സ്ഥലങ്ങളുണ്ട്. എൻ്റെ അമ്മ ഇടുന്ന ആള് കാണുന്നുണ്ടായിരിക്കും. മലയാളികൾ സ്വിറ്റ്സർലാൻഡ് ഞങ്ങളെ മലയാളികളല്ലാത്ത ആളുകളും കാണാറില്ലേ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ? മലയാളികളല്ലാത്ത ആളുകളും ഒരുപാട് പേര് കാണാറുണ്ട്. ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അതിപ്പോ എന്ന് പറഞ്ഞാല് ഒരു 2 ബില്യൺ പോയ വീഡിയോയിൽ ഇപ്പോൾ നമുക്ക് എവിടെയാ പോയിട്ടുണ്ടാവൂല നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, അത്ര ഓഡിയോ വീഡിയോകൾ അങ്ങനെ കുറേ വീഡിയോകൾ ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അത് യൂട്യൂബ് തന്നെ പറയും ഇത് വീഡിയോ കണക്കൊന്ന് എവിടെ പോയെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. കേരളത്തിൽ പുറത്ത് പോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പക്ഷേ ഏത് വീഡിയോ ഇട്ടാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സും എടുപ്പ് ഒത്തെങ്കിലും നമ്മളെ സ്ഥലമില്ലേ നമ്മളെ നാട്ടിൽ നിന്ന് അതിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് കിട്ടുമ്പോൾ കൂടുതൽ നമുക്കത് ഇതാവുക. അതിനാണ് കൂടുതൽ നമുക്ക് കമൻറ്റും കാര്യങ്ങളും വരുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് കൂടുതൽ പെട്ടെന്ന് വരിക. അപ്പം അതിനനുസരിച്ച് കൂടും. ഇപ്പൊ ഓൾറെഡി അനുവിനെ നമ്മൾ വളരെ ചെറുപ്പത്തിലെ വീഡിയോസ് ചെയ്ത് കാണുന്നതാണല്ലോ. അനു ഇപ്പൊ വലിയ കുട്ടിയായി, ഇപ്പൊ സിനിമയിലൊക്കെ ചാൻസ് വന്ന് അനു അഭിനയിക്കോ? ഞാനൊരു ഇതൊക്കെ പറയുന്നത് വന്നിട്ടുണ്ടായിരുന്നു. നീ ഇവളോട് ഓൾറെഡി നമ്മൾ മുമ്പ് വന്നിട്ടുണ്ടായി കുറെ സിനിമയിൽ. കുറെ എന്ന് പറഞ്ഞാൽ എന്നെ കുറെ വട്ടം ചോദിച്ചു. പക്ഷെ അന്നേരം പോകാൻ പറ്റിയില്ല. അന്നേരം അവളുടെ സാഹചര്യം അങ്ങനെയാണ്. അതെ, പഠിത്തം കാര്യം. ഇപ്പം ഏകദേശം ഞാൻ ഇപ്പൊ പ്ലസ് ടുലേക്ക് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഓഫേഴ്സ് വരികയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കും. ആദ്യം അവന്റെ സിനിമയിൽ. ഓ, അങ്ങനെ ഈ നായികയാണെങ്കിൽ ആരെ ആയിരിക്കണം നായകൻ? അങ്ങനെയൊന്നുമില്ല, ആഗ്രഹം അഭിനയിക്കുമെന്നല്ലാണ്ട് അപ്പൊ ഏത് സീൻ കിട്ടാലും കുഴപ്പമില്ല. ഞാൻ അവനോട് പറയും, മാമ ഏതെങ്കിലും ഇങ്ങനെ തെണ്ടുന്ന സീനൊക്കെ തരണേ അവൻ്റെ. എന്നാലും മാമ പറയാം എനിക്ക് നായികന്റെ റോൾ തന്നെയാണ്. അല്ല ഞാൻ സിനിമയൊക്കെ ചോദിക്കും. അമ്മേനെ ഓൾറെഡി കുറെ വട്ടം വിളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ചാൻസസ് വന്നിട്ടുണ്ട്. കവിത പിന്നെ അഭിനയിച്ചിട്ടുണ്ട്. കവിത ഞാനും പോയിട്ട് 2-3-4 സിനിമയില്. അത് ഒരു ഇതിന് പറയുന്നതാണ് അഭിനയിക്കല്ലേ. അത് അമ്മക്ക് ആദ്യമൊക്കെ വന്നപ്പോൾ നമ്മൾ അഭിനയിക്കാൻ പോകാൻ വേണ്ടിയുള്ള സെറ്റ് ആയിരുന്നു. ഫുൾ ത്രൂട്ട് റോള്. പക്ഷെ അന്നേരം നമുക്കൊരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മളെ എപ്പോഴും മരുന്നു നമ്മൾ പോയിട്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് തണുപ്പുള്ള സ്ഥലത്ത് പോയി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ യാത്ര ട്രാവൽസ് എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. കുന്നുകാരിലും അന്നേരം സിനിമ എന്നാത്താൻ പോയി കേസോടല്ലോ. മറ്റേ വേറൊരു പടം വന്നില്ലേ, വേറൊരു പടം അതിന് ശേഷം വന്ന പടം. അത് ആ പടത്തിലെ നമ്മ എല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് ആയതാ. പിന്നെ എന്നാന്ന് അത് പറയാൻ ഇന്റർവ്യൂ ചെയ്യട്ടാ. ശ്രീനാഥ് ബസിന്റെ പടത്തിലൊരു കണ്ണൂരിൽ ഷൂട്ട് ചെയ്ത പടാ. റീച്ച് ആയിട്ടില്ല അവിടെ. ആ ഒരു പഠിച്ചോനെ നിങ്ങൾ കാത്തോളി. എനിക്ക് തോന്നുന്നു ചേട്ടന്റെ പടത്തിൽ അഭിനയിക്കാനായിരിക്കും ഇവരുടെ ഒക്കെ ഒരു ആദ്യത്തെ. കവി പിന്നെ അമ്പോട് മണിയിലും കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സംശയത്തിന് എന്താ വന്നിട്ടുണ്ടോ കോൾസ് ഒക്കെ? സിനിമയില് ഭയങ്കര ഒരു കഥയെല്ലാം സിനിമയില് ഇറങ്ങുന്നതിന്റെ ഇങ്ങനെ കഥയെല്ലാം പറയുമ്പോ പാഠപുസ്തകത്തിൽ കഥയൊന്നും ഒന്നും നോക്കൂലേ. സിനിമേന്റെ എന്തെങ്കിലും കഥ പറയുമ്പോ ചവിട്ടും കൊടുത്തിട്ട് അതങ്ങനെയല്ലേ, അതിങ്ങനെയല്ലേ അത് പറയും. അതേപോലെ ഇങ്ങനെ ഓന് 2-3 വണ്ടിയുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോയിൽ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും അയച്ചുതരും. ഫോണില് വലിയ അനക്ക് നമുക്കെല്ലാം അയച്ചുതരും. ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടിട്ട് അനിയച്ചി കണ്ടിരാ, ഞാൻ അയച്ച വീഡിയോ കണ്ടിരാ, ഞാൻ എഡിറ്റ് ചെയ്തതാ, ഞാൻ എടുത്തതാന്നല്ല പറയും. പക്ഷെ അങ്ങനെ ആളും പരിപാടിയൊക്കെ തുടങ്ങിയില്ലേ. അവ നല്ല അങ്ങനെയല്ല, അവന് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നില്ലേ. അവനോട് നമ്മൾ ഫസ്റ്റ് പരിപാടി ഒന്നുമില്ല. അവൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് തോന്നുന്നു. എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുള്ളി കയറി വരും അല്ലേ. ഋതിക്ക് എന്താ ആവണ്ടേ വലുതാകുമ്പോ? ആഗ്രഹം എന്താ ആവണ്ടേ? ചമ്മലായിട്ടാണ് ഇങ്ങനെ നല്ല ആള്. പോലീസാണോ? വിജയിനെ ആണോ? വിജയനെ പോലെ എന്തിനാവണേ?
അച്ഛമ്മക്ക് മോളും ഇഷ്ടമാണല്ലോ അവനെ അതിന്റെ മുകളിൽ ഇട്ടിട്ട് ഇങ്ങനെ എപ്പോ ഞാൻ വിജയാന്നല്ല പറഞ്ഞില്ല വിജയിന്റെ ടിവിയിൽ പാട്ട് വരുമ്പോ പണ്ടത്തെ കുറുവി മറ്റേ ഏത് പാടാ ചേട്ടാ? ഗില്ലി ഗില്ലിയല്ല, പോക്കിരി പടത്തിലെ ആ പാട്ടിലെ ഒരു ടവല് കെട്ടിട്ടുള്ള അത് വരുമ്പോ അതിന് പാട്ടിട്ട് ഇവന് ഒരിടുന്നു കണ്ടം തുണിയിലൊക്കെ കീറിയിട്ട് കളിക്കും ഇതിന്റെ മുന്നില് ഡാൻസ്. ചേടാ എന്നിട്ടാണ് ഈ പാവം പോലെ ഇരിക്കണേ. ആ ഇപ്പൊ ഇങ്ങനെ ബോറടിച്ചിട്ട് ഇരിക്കലല്ലേ പാവം പോലെ പാവം പോലെ ഇതൊക്കെ